ഇന്നീ സദസ്സിൽ നിന്നുകൊണ്ട് ആരെങ്കിലും അവസാനം അവിടെ ദുആ ചെയ്യുന്ന സമയത്ത് കരയാ മനസ്സു കാണിച്ചാൽ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരങ്ങാണ് താഴെ വീണാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. വാപ്പാ, നിനക്ക് ഇതിനെക്കാളും പ്രതിഫലം എന്തേ വേണ്ടത്? ഇത് പള്ളി കെട്ടിക്കൊടുത്തവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമല്ല. പടച്ചവനെ 5 നേരം നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലമല്ല. പടച്ചവനെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലമല്ല. പിന്നെ ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? യാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മരണത്തെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ നരകത്തെ കുറിച്ചോ മഹ്ശറയെ കുറിച്ചോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആലോചിച്ചുകൊണ്ട് അവന്റെ കണ്ണൊന്നു നിറഞ്ഞാൽ അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ റസൂലുള്ളാഹി പറയുകയാണ്, അവനെ നരകത്തിലിട്ടാ തൊടൂല സഹാബ. നരകത്തിന്റെ തീയവനെ തൊടൂല, നരകത്തിന്റെ തീയവനെ തൊടൂല. ഏതുവരെ എന്നറിയുമോ? ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റുഈ. എന്നിട്ട് പ്രവാചകൻ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. പടച്ചവനെ കരഞ്ഞവനുണ്ടല്ലോ, ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ മനുഷ്യനെ നരകത്തിന്റെ തീ തൊടൂല. എന്നിട്ടൊരു ഉദാഹരണം പറയുകയാണ്. പടച്ചവനെ പശുവിനെ പാല് കറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഒട്ടകത്തിന്റെ പാല് കറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ആ പാലിങ്ങനെ കറന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ആ പാത്രത്തിലേക്ക് വീണ പാല് ഒരിക്കലും തിരിച്ചു പോകൂല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഉദാഹരണം, ഒട്ടകത്തിന്റെ പശുവിന്റെ പാല് അകടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വന്നു വീണു. ആ പാത്രത്തിൽ വീണ പാല് പിന്നെ ഒരിക്കലും മുകളിലേക്ക് ആ പശുവിന്റെ അകടിലേക്ക് തിരിച്ചു പോകൂല. ആ പോകാത്ത കാലത്തോളം അല്ലാഹുവേ പടച്ചറപ്പിനെ ഓർത്ത് കരഞ്ഞവനുണ്ടല്ലോ, ആ കണ്ണിന്റെ ഉടമയ നരകത്തിന്റെ തീ തൊടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോ എല്ലാവരും ചിരിയും കളിയും തമാശയുമായി നടക്കുകയാണ്. ഒരാൾക്കും ഓർമ്മയില്ലല്ലോ മരണത്തെ കുറിച്ച്. ആരാ ഓർക്കുന്നത്? പടച്ചവനെ ചിരിയും കളിയുമായിട്ട് ഞാനും നിങ്ങളും നടക്കുകയാണല്ലോ.